ഞാൻ ഈ വീഡിയോ ഇടുന്നത് നീറ്റിനും രണ്ടുപേരെയും ഉദ്ദേശിച്ചാണ്, അല്ലാണ്ട് ഒരാളെ മാത്രം ബേസ് ചെയ്തല്ല. ഞാൻ പറയണ എല്ലാ കാര്യങ്ങളും രണ്ടു പേർക്കും ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് വേണ്ടി ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ ഒരു കാര്യം പറയാം. അതായത് എൻ്റെ 11th ടൈമിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്ന ടൈമിൽ ഞാൻ ഓൾ ഇന്ത്യ റാങ്ക് 1, 2, 3 ഈ 3 പേരുടെ വീഡിയോസ് മാത്രം കാണുള്ളായിരുന്നു. 1, 2, 3 അത് നീറ്റും കാണുമായിരുന്നു, ജെയും കാണുമായിരുന്നു. അപ്പോൾ ഇവർ പറയണതാണ് എൻ്റെ ഒരു എന്താ പറയുക അഡ്വൈസും കാര്യങ്ങളും. ഇവർ പറയണ കാര്യങ്ങൾ മാക്സിമം ഫോളോ ചെയ്യാനാണ് നോക്കുക. കാരണം ലോജിക്കല്ലേ, നന്നായിട്ട് പഠിക്കുന്ന ഒരാൾ പറയണതല്ലേ നമ്മൾ ഫോളോ ചെയ്യണം, അപ്പോഴല്ലേ നമുക്കും ആ ഒരു മാർക്ക് കിട്ടുള്ളൂ. അതാണല്ലോ ഒരു ബേസിക് ലോജിക്ക്. പക്ഷെ ഇങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ നോക്കി വന്നപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്, നമ്മിങ്ങനെ ഈ ഭയങ്കര ഹൈ ലെവൽ റാങ്കുള്ള ആൾക്കാരെ അവരുടെ അഡ്വൈസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. അത് ശരിക്കും ഒരു ബ്ലണ്ടറാണ്, മണ്ടത്തരമാണ്, ആഹാന മണ്ടത്തരമാണ്. കാരണം ഇവരുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഞാൻ നോക്കിയപ്പോൾ അതെനിക്ക് ശരിക്കും 11th തീരാറായപ്പോഴാണ് മനസ്സിലായത്. ഇവർ പറയണ പോലെ ഒന്നും എനിക്ക് പഠിക്കാൻ പറ്റണില്ല. അപ്പോൾ എനിക്കാകെ ഒരു ഡിപ്രഷനും ഒരു എന്താ പറയുക ഒരു വിഷമം. ഇവർ ഇത്രയും പഠിക്കേണ്ട എനിക്കിതൊന്നും പറ്റണല്ലോ. അപ്പോൾ ഇങ്ങനെ പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനിയിപ്പോൾ എൻ്റെ റാങ്ക് എങ്ങനെ എന്താ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ആ ഒരു വിഷമമായിരുന്നു. അപ്പോൾ ഇതിൽ എന്താ പറയുക, ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയപ്പോൾ ഒരു സംഭവമാണ്, മെജോറിറ്റി ടോപ്പേഴ്സും ഈ ഓൾ ഇന്ത്യ റാങ്ക് ഒരു 100, 1000-ൻ്റെ അടിയിൽ 1500-ൻ്റെ അടിയിലൊക്കെ വന്നവർ ഇവർ മെജോറിറ്റി ആൾക്കാരും 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ സ്റ്റാർട്ട് ചെയ്യണം ഈ ഒരു എൻട്രൻസ് പരിപാടി. അപ്പോൾ ഇവർ ശരിക്കും 10th കഴിയുമ്പോൾ ഇവർ ഏകദേശം 11th 12th പഠിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാം 9th നമ്മൾ പഠിക്കേണ്ടത് ലോസ് ഓഫ് മോഷൻ കുറച്ച് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ കൈനമാറ്റിക്സ് ഇക്വേഷൻ കുറച്ച് പഠിക്കേണ്ടത്. ഇത് തന്നെയാണ് 11th ഇതും കുറച്ചും കൂടി ഡീപ്പായിട്ടാണ് വന്നത്. അപ്പോൾ ഇവർ 9th ഓൾറെഡി 11th കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഇൻ്റഗ്രേഷനോ ഡിഫറൻസിയേഷൻ വരെ പഠിക്കുന്നുണ്ട്. 10th ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് 12th വന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവർ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് സത്യം പറഞ്ഞാൽ 11th 12th എന്ന് പറഞ്ഞാൽ ഇവർ ആദ്യം പൂദ്യം പഠിക്കണമല്ല, ഇവർ ഓൾറെഡി ഏകദേശം പഠിച്ചു കഴിഞ്ഞു. ഇവർ എന്നിട്ട് ഇതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനാണ് നോക്കണത്. അപ്പോൾ ഇവർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇവർ പറയാനാണ് ഇവർ വേറെ ബുക്സും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോൾ ഞാൻ പഠിച്ചിരുന്ന ടൈമിലുള്ള ഒരു മെയിൻ അഡ്വൈസ് ആയിരുന്നു HC വർമ്മ. 11th തുടങ്ങുമ്പോൾ തന്നെ HC വർമ്മ എടുത്ത് തുടങ്ങണം, DC പാണ്ഡ്യ എടുത്ത് തുടങ്ങണം. ഇങ്ങനത്തെ 1-2 ബുക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിലവർ കേട്ടിട്ടുണ്ടാവും, ചിലവർ കേട്ടിട്ടുണ്ടാവില്ല. എന്നിട്ട് ഞാനിതൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നു. HC വർമ്മ ഞാൻ കുറച്ചൊക്കെ നോക്കിയിരുന്നു. പക്ഷെ ഇത് നമ്മളുടെ ഇപ്പം ഞാനൊരു നോർമൽ സ്കൂളിൽ പോയി അങ്ങനെ പഠിച്ചിരുന്നു. ആ ഒരു ടൈമിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ ഇവർ പറയണതെന്ന് പറഞ്ഞാൽ ഇവർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ് ഇവർക്കിനി പഠിക്കണ്ട. അതായത് തിയറി ഒന്നും നോക്കണ്ട, തിയറിയൊക്കെ ഓൾറെഡി അറിയാം, ഇവർക്ക് പ്രാക്ടീസ് മാത്രം ചെയ്താൽ മതി. പക്ഷെ ഞാനങ്ങനെയല്ല, എനിക്ക് ഫസ്റ്റ് തിയറി പഠിക്കണം, അതുപോലെ സ്കൂളുണ്ട്. അപ്പോൾ സ്കൂളിൻ്റെ ടൈം മാനേജ് ചെയ്യണം. ഇതിൻ്റെ കൂടെയാണ് ഇവർ പറയുന്ന ബുക്കുകൾ. ഞാൻ ഇറഡോ വരെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ തുറന്നു പോലും നോക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇതൊരു മെയിൻ സംഭവമാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക, ഒരു ആൾക്കാർ ഇൻ്റർവ്യൂ ടോപ്പേഴ്സിനെ കാണരുതെന്നല്ല, പക്ഷെ അവർ കാണുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാവും. അതായത് നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളോട് റിലേറ്റ് ചെയ്ത്, അതായത് ഇപ്പം നിങ്ങളൊരു 11th അല്ലെങ്കിൽ 12th പഠിക്കുന്ന ഒരു കൊച്ചാണ്, നിങ്ങളൊരു റിപ്പീറ്ററിന് ഇൻ്റർവ്യൂ ആണെങ്കിൽ ആ റിപ്പീറ്റർ ഞാൻ രാവിലെ 5 മണിക്കൂർ പഠിച്ചിരുന്നത്, വൈകുന്നേരം ഒരു 6 മണിക്കൂർ പഠിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെയിലി സ്കൂളിൽ പോകുന്ന ആളാണ്, ഒരു 8 to 4 ആ ഒരു റേഞ്ചിലൊക്കെ സ്കൂളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് പോസിബിൾ അല്ല, നടക്കണ കാര്യമല്ല. അപ്പം അങ്ങനെ നിങ്ങളുടെ ലെവലിലുള്ള ആൾക്കാരായിട്ട് നോക്കുക. അതായത് നിങ്ങൾ പഠിക്കണ അതേ രീതിയിലുള്ള ആൾക്കാർ. അപ്പോൾ ഞാൻ പഠിക്കുന്ന ടൈമിലൊക്കെ ഈ ഇൻ്റർവ്യൂസ് എന്താ പറയുക, ടോപ്പ് 100-ൻ്റെ അടിയിലുള്ളവർ മാത്രമേ ഈ ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായില്ല. പക്ഷെ ഇപ്പോൾ സൈലോ ആയാലും ഡ്യൂപ്പോട്ട് ആയാലും 99% 98% ഉള്ള ഒരു ഇൻ്റർവ്യൂസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്കത് നിങ്ങൾക്ക് കിട്ടും വേണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്യണ ഇഷ്യൂസ് ഫേസ് ചെയ്ത് അങ്ങനെ പഠിച്ചേക്കുന്ന ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കുറച്ചും കൂടി മോഡലാക്കണതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ മെയിൻ സംഭവം എന്ത് പഠിക്കണം, എന്ത് ബുക്ക് ചെയ്യണം, ഇത് എല്ലാവർക്കും ഉള്ള സംശയമാണ്. ആ ബുക്ക് ചെയ്യണം, ഈ ബുക്ക്. എനിക്കൊക്കെ ഒടുക്കത്തെ കൺഫ്യൂഷനായിരുന്നു. കാരണം എന്ത് ബുക്ക് ചെയ്യും, HC വർമ്മ ചെയ്യണോ, DC പാണ്ഡ്യ ചെയ്യണോ, അല്ലെങ്കിൽ എനിക്ക് കെമിസ്ട്രിക്ക് വേറെ ബുക്കുകൾ ചെയ്യണോ, മാത്സിന് വേറെ ബുക്ക്, എന്തൊക്കെ ചെയ്യും, എന്തോരം കാര്യങ്ങൾ ചെയ്യും, ഒരു ഐഡിയ ഇല്ല. ഭയങ്കര ടെൻഷനായിരുന്നു. ഇനി എന്തോരം ബുക്ക് ചെയ്യണം, എത്ര ചെയ്യണം. അപ്പം ഞാനിപ്പോൾ അതിനൊരു ക്ലിയർ ആൻസർ ചെയ്യാം. അതായത് മെയിനായിട്ട് പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യാം. മെജോറിറ്റി പിള്ളേരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 11th ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ 11th പ്രീവിയസ് ഇയർ തുടങ്ങൂല, നിങ്ങൾ 12th ലാസ്റ്റ് എക്സാമിൻ്റെ തലേന്ന് നമ്മൾ പ്രീവിയസ് ഇയർ തുടങ്ങാം. അത് മണ്ടത്തരമാണ്. നിങ്ങൾ അങ്ങ് പ്രീവിയസ് ഇയർ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും, ചെയ്യലും ഉണ്ടാവില്ല, നിങ്ങളൊന്നും പഠിക്കലും ഉണ്ടാവില്ല. പഠിക്കണ കാര്യങ്ങൾ മനസ്സിലാവണേ പ്രീവിയസ് ഇയർ. അതായത് ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ അതിൻ്റെ പ്രീവിയസ് ഇയർ ചെയ്യാം. എൻ്റെ ഒരു ഇതിലെന്ന് പറഞ്ഞാണ്ടല്ല, ഞാൻ ഓൾറെഡി ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞാണ്, ഏകദേശം ഒരുവിധ ആവറേജ് കൊച്ചിനും ഫിസിക്സ് ആണ്
ഒരു 50 to 60 ക്വസ്റ്റ്യൻസ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചെയ്ത് ആ കൊച്ചിന് അത്യാവശ്യം നല്ല ഐഡിയ കിട്ടും. ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യനാണ് വന്നത്, എന്തൊക്കെ പാറ്റേണാണ് വന്നത്. അതായത് JEE ആയാലും നീറ്റ് ആയാലും ഭയങ്കര ടഫൊന്നുമല്ല, രണ്ടും ഏകദേശം ഒരേ ലെവലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ JEE കുറച്ചും കൂടി ടഫ് ആവണമെന്ന് പറഞ്ഞാൽ മാത്സ് കാരണമാണ്. മാത്സ് അത്യാവശ്യം ടഫുണ്ട്, പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും ഇത് രണ്ടിൻ്റെയും ഏകദേശം ഒരേ ലെവലാണ്. ഞാൻ കെമിസ്ട്രി ക്ലാസ് കണ്ടത് നീറ്റിൻ്റെ ഒരു മാമിൻ്റെ ക്ലാസ് ആയിരുന്നു. രണ്ടും ഏകദേശം സെയിമാണ്. ഇപ്പോൾ JEE ആണെങ്കിലും നീറ്റ് ആണെങ്കിലും നിങ്ങൾ പ്രീവിയസ് ഇയർ ചെയ്യാം. ഒരു JEEക്കാരാണെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ, 5 ക്വസ്റ്റ്യൻ അല്ല, ടോപ്പ് 5 ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതായത് 26, 25, 24, 21 അങ്ങനെ ചെയ്യാം. നീറ്റ് ആണെങ്കിൽ അതേപോലെ തന്നെ നിങ്ങളും പ്രീവിയസ് ഇയർ ചെയ്യുക. പക്ഷേ നീറ്റുകാർക്ക് ഒരു പ്രശ്നം വരും. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ചെയ്യുമ്പോൾ 20-25 ക്വസ്റ്റ്യനൊക്കെ ഉള്ളൂ കുറേ ചാപ്റ്ററിൽ. കാരണം JEE പോലെ കുറേ ഷിഫ്റ്റുകളൊന്നുമില്ല നീറ്റിന് ഒറ്റ പേപ്പറൊക്കെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് കുറവാണ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഭയങ്കര കുറവാണ് പെർ ഇയർ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ JEEയുടെ ക്വസ്റ്റ്യൻസും ചെയ്യണം. നിങ്ങൊരു 2 ഇയർ ചെയ്താൽ മതി. 2 ഇയറിൽ JEEയിലെ ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടായി ഉണ്ടാവും, ഞാൻ നീറ്റല്ലേ പഠിക്കണം, ഞാൻ എന്തിനാ JEEയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. പക്ഷേ ഞാൻ റിയാലിറ്റി പറയട്ടെ. ഇപ്പം എൻ്റെ കോളേജിൽ, ഞാൻ NIT കാലിക്കട്ടില്ല, എൻ്റെ കോളേജിൽ കുറേ പേര് നീറ്റ് നോക്കിയിട്ട് അവസാനം എഞ്ചിനീയറിംഗ് എടുത്തവരുണ്ട്. കുറച്ച് പേരൊന്നുമല്ല, കുറേ പേരുണ്ട്. അപ്പോൾ ഇവർ നീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് എന്തുകൊണ്ട് JEE കിട്ടി? പറയണ പോലെ JEE നീറ്റ് രണ്ടും എൻ്റയർലി ഡിഫറെൻറ്റ് എക്സാമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നടക്കുമോ? ഇപ്പോൾ നിങ്ങൾ JEE പ്രിപ്പയർ ചെയ്തിട്ട് IASന് പോയിരുന്ന വല്ലതും കിട്ടുമോ? ഒന്നും കിട്ടൂല. അപ്പം എൻ്റയർലി ഡിഫറെൻറ്റ് എക്സാം ആയിരുന്നെങ്കിൽ ഇവർക്ക് ഇത് കിട്ടൂലായിരുന്നു. പക്ഷെ എന്നിട്ട് ഇവർക്ക് കിട്ടി. നീറ്റ് പ്രിപ്പയർ ചെയ്തവർക്ക് JEE കിട്ടി. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സിമ്പിളാണ്, രണ്ടും സെയിമാണ്. രണ്ടും വളരെ സെയിമാണ്. ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ തന്നെ മെജോറിറ്റി ആൾക്കാരും പറഞ്ഞാൽ നീറ്റ് എളുപ്പമാണ്, JEEയും എളുപ്പമാണ്. രണ്ടിൻ്റെയും ഡിഫിക്കൽറ്റി ലെവൽ, ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫിക്കൽറ്റി ലെവൽ സെയിമാണ്. ഇപ്പം നീറ്റുകാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 2-3 ഇയർ JEEയുടെ പ്രീവിയസ് ഇയർ ചെയ്യുക, അങ്ങനെ പഠിക്കുക. JEEക്കാരാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ നീറ്റിന് നോക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ എന്തായാലും നീറ്റ് എഴുതൂല. പക്ഷെ നീറ്റുകാർ നിങ്ങൾ ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ JEE എഴുതും, കുറേ എക്സാമുകൾ വേറെ എഴുതും, എഞ്ചിനീയറിംഗ് ഓറിയൻറ്റഡ്. അപ്പം എങ്ങനെ പോയാലും ഈ JEE പ്രീവിയസ് ഇയർ ചെയ്യണത് നഷ്ടമല്ല, എങ്ങനെ പോയാലും ലാഭമാണ്. ഞാൻ കുറേ പേരുടെ അടുത്ത് ചോദിച്ചു. അപ്പം നിങ്ങൾ ഇങ്ങനെ പഠിക്കുക, നിങ്ങൾ വേറെ ബുക്കുകളൊന്നും ചെയ്യണ്ട. സീരിയസ് ആയിട്ട് പറയുന്നതാണ്. പലരും പറയും ആ ബുക്ക് ചെയ്യും, ഈ ബുക്ക് ചെയ്യും, മറ്റേത് ചെയ്യും, മറിച്ച് ഒന്നും ചെയ്യണ്ട, പ്രീവിയസ് ഇയർ മാത്രം ചെയ്യും. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ, സമയം കിട്ടൂല എനിക്ക് ഉറപ്പാണ്. നിങ്ങളൊരു ഇപ്പോൾ ക്ലാസ്സിൻ്റെ ഒക്കെ ഇപ്പോൾ സ്കൂളൊക്കെ ഉണ്ട്, അതിൻ്റെ ഒപ്പമൊക്കെ പഠിക്കണമെങ്കിൽ ഭയങ്കര ഡേറ്റ് ആയിരിക്കും. അപ്പോൾ സമയം കിട്ടൂല. ഇനിയെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഈ പറയണ 50-60 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബുക്ക് എന്തെങ്കിലും എടുത്ത് ചെയ്യുക. അല്ല നിങ്ങൾ ഇപ്പോൾ വല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻറോൾഡ് ആണെങ്കിൽ അവരുടെ ഒരു മൊഡ്യൂളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ തന്നെയാണ് ചെയ്യണത്. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ അത് ചെയ്യാം. ഇപ്പോൾ ഒരു മൊഡ്യൂൾ, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മൊഡ്യൂൾ അതിലൊരു 20-25 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊരു 5 ഇയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2-3 ഇയർ ചെയ്താൽ മതി. കാരണം നിങ്ങൾ അൾട്ടിമേറ്റ്ലി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ് മെയിൻ. അപ്പോൾ അത് എവിടെ നിന്ന് ചെയ്യണം എന്നുള്ളതല്ല. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ എന്തായാലും ഫോക്കസ് ചെയ്തായിരിക്കുമല്ലോ നിങ്ങൾക്ക് തന്നെ, മെയിൻലി പ്രീവിയസ് ഇയർ ബേസ്ഡ് ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം അങ്ങനെ പഠിക്കുക. ഇനി വേറെ ഒരു വീഡിയോയും കാണേണ്ട ആവശ്യമില്ല, ഒന്നും കാണേണ്ട ആവശ്യമില്ല. എന്ത് പഠിക്കണം ഇപ്പം തന്നെ എടുക്കുക, പഠിച്ചു തുടങ്ങുക, പ്രീവിയസ് ഇയർ ചെയ്യാം. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും പ്രീവിയസ് ഇയർ ചെയ്യാം. ഇത് ഭയങ്കര എന്താ പറയുക, ഞാനിപ്പോൾ എനിക്കിത് കഴിഞ്ഞപ്പോൾ പറയാം, നിങ്ങളിപ്പോൾ ഇത് പഠിക്കണുള്ളൂ. പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് ക്ലിക്കാവില്ല. ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് 2-3 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ പുറകിലേക്ക് ഇരിഞ്ഞ് നോക്കുമ്പോഴൊക്കെ മനസ്സിലാവും, ഓ പ്രീവിയസ് ഇയർ മാത്രം ചെയ്താൽ മതിയായിരുന്നു, സംഭവം സിമ്പിളായിട്ട് കിട്ടിയാനേ. ഇതൊക്കെ തോന്നും, എല്ലാവർക്കും തോന്നണ കാര്യങ്ങളാണ്. കാരണം പ്രീവിയസ് ഇയർ തന്നെ ചെയ്താൽ മതി, എല്ലാവരും ആയി അതിൽ ഏകദേശം എല്ലാ ടൈപ്പ്. ഇപ്പോൾ JEEയിൽ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ഒരു 4-5 കൊല്ലത്തെ പ്രീവിയസ് ഇയർ അങ്ങോട്ട് ചെയ്താൽ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവിടെ കവറായി. ഇനി ഭയങ്കര റെയറായിട്ടൊക്കെയാണ് പുറത്തുനിന്ന് ചോദിക്കണം. ഇനി അങ്ങനെ പുറത്തുനിന്ന് ചോദിച്ചാൽ അതൊക്കെ സ്കിപ്പ് ചെയ്താലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോണില്ല. അപ്പം എന്തായാലും എല്ലാവരും പ്രീവിയസ് ഇയർ ചെയ്യാം, പ്രീവിയസ് ഇയർ ഫോക്കസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കാം. വേറെ ഒരു വീഡിയോയും കാണണ്ട, ബുക്കും കാണണ്ട, ഒന്നും കാണണ്ട, പഠിക്കുക എന്നുള്ളതാണ് മെയിൻ. പിന്നെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാണ്, ഇപ്പോൾ എനിക്കെന്നൊക്കെ പറഞ്ഞാൽ ചില ദിവസം പഠിക്കാൻ പറ്റൂല. അതായത് ഞാൻ ഇത്രയും കാര്യങ്ങൾ പഠിക്കാമെന്ന് വിചാരിക്കും, പക്ഷേ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് അത് നടക്കൂല. 5 മണിക്കൂർ പഠിക്കാൻ വയ്ക്കണം, ചിലപ്പോൾ സമയം ഉണ്ടാവില്ല, ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ 5 മണിക്കൂർ വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ല, ഇനിയിപ്പോൾ പഠിക്കണ്ട, ഇനിയിപ്പോൾ നാളെ ഒരു ഫ്രഷ് ആയിട്ട് തുടങ്ങും, ആ ഒരു മൈൻഡാണ് നിർത്താം. നിങ്ങളൊരു കാര്യവും കൂടി തീരുമാനിക്കണം, എല്ലാ ദിവസവും എന്തെങ്കിലും പഠിക്കും. അതായത് എല്ലാ ദിവസവും ജസ്റ്റ് റിവൈസ് എങ്കിലും ചെയ്യും. അറ്റ്ലീസ്റ്റ് ഫോർമുല ആണെങ്കിൽ ഫോർമുലകളെങ്കിലും നോക്കും. എന്തായാലും ബുക്ക് തുറക്കും, 10 മിനിറ്റോ 15 മിനിറ്റോ 20 മിനിറ്റോ, അരമണിക്കൂറോ 1 മണിക്കൂറോ, എന്തായാലും ഇത്
ചെയ്യണം. അല്ലെങ്കിൽ എന്താ പറ്റാന്നറിയോ, നിങ്ങൾ ഈ സ്കൂളിൻ്റെ ഒപ്പം പഠിക്കണവർ അല്ലെങ്കിൽ ഇനി റിപ്പീറ്റ് ആയാലും ഇതൊരു മാരത്തോണാണ്. അതായത് 1-2 മാസം ഇരുന്ന് പഠിക്കണമല്ല, ചിലപ്പോൾ 1-2 കൊല്ലം അല്ലെങ്കിൽ 1 കൊല്ലമൊക്കെ ഇരുന്ന് പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ചില ടൈമിൽ നിങ്ങൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും, ചില ടൈമിൽ നിങ്ങൾ ഭയങ്കര ലോ മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ലോ മോട്ടിവേഷൻ്റെ ടൈമിലൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ തോന്നില്ല, നിങ്ങൾക്ക് ആർക്കും പഠിക്കാൻ തോന്നില്ല. എനിക്കും തോന്നിയിട്ടില്ല. ഞാൻ കുറേ ടൈം ബുക്ക് അവിടെ എടുത്തു വെച്ചിട്ട് അനിമയൊക്കെ കണ്ട് കളഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എത്ര ലോ മോട്ടിവേഷൻ എന്താണ്, ബുക്ക് തുറക്കും കുറച്ചു നേരം പഠിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ എല്ലാ ദിവസവും 1 മണിക്കൂറോ 2 മണിക്കൂറോ 5 മണിക്കൂറോ ഒന്നും പഠിക്കണ്ട, ബുക്ക് തുറക്കും, ഞാൻ എന്തെങ്കിലും വായിക്കും, എന്തെങ്കിലും ചെയ്യും. ഇത് തന്നെ ചെയ്താണ്ടല്ലോ 99% ആൾക്കാരനേലും നിങ്ങൾ നൈസായി സെറ്റായി. അപ്പം അതും കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ബൈ.